ഐലൻഡ് ഏക്കറോളം പരന്നു കിടക്കുന്ന ദ്വീപ്. മഴക്കാടുകളും അപൂർവ സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. പക്ഷേ ആ പച്ചപ്പുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നത് മരണമാണ്. ഈ ദ്വീപിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ ഓരോ ചവിട്ടടിയിലും ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ കുന്തത്തലയൻ അണലി അടക്കം 4 ലക്ഷത്തിലും അധികം പാമ്പുകൾ. ഒരു കാലത്ത് ലോകത്തിലെ മറ്റേത് പ്രദേശങ്ങളെ പോലെ തന്നെ അനേകം മനുഷ്യർ സുഖമായി ജീവിച്ചിരുന്ന ഒരു ദ്വീപായിരുന്നു ഈ ദ്വീപ്. അതിനുശേഷം എങ്ങനെയായിരിക്കും പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന സ്ഥലമായി മാറിയത്, മരണം പതിയിരിക്കുന്ന നരകമായി മാറിയത്? നമുക്ക് പരിശോധിക്കാം. ബ്രസീലിലെ സാവോപോളയിൽ നിന്നും 144 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിസ് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 106 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വളരെ പച്ചപ്പ് നിറഞ്ഞ വളരെ മനോഹരമായ ദ്വീപാണ് എൽഹാൻഡെ ക്യുമാൻഡെ ഗ്രാൻഡെ. ബ്രസീലിൽ നിന്നും മാറി ഒറ്റപ്പെട്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന, മനുഷ്യർക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത അതിമാരകമായ ഈ ദ്വീപിനെ സ്നേക്ക് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന ഒരു ദ്വീപ്. കൊടിയ വിഷം ചീറ്റുന്ന അനേകം വർഗങ്ങളിൽപ്പെട്ട എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുമധികം പാമ്പുകളെയാണ് ഈ ഐലൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പാമ്പ് വർഗങ്ങളിൽ ഏകദേശം 4000 ഇനം വ്യത്യസ്ത തരത്തിലുള്ള പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. 4,34,000 പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതായത് ഓരോ ചതുരശ്ര മീറ്ററിലും 2 മുതൽ 5 വരെ പാമ്പുകളുണ്ട്. ഈ ജീവികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ലോകത്തിൽ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഓർത്രോസ് വിഭാഗത്തിൽ പെടുന്ന പാമ്പുകളാണ്. ഇവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ രക്തം മുഴുവൻ കട്ടപിടിച്ച് മരണം സംഭവിക്കും. അടുത്തത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ അണലി വർഗത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻഡ് ഹെഡ് പിറ്റ് വൈബർ എന്ന കുന്തത്തലയൻ സ്വർണ്ണ അണലിയാണ്. ഭൂമിയിൽ സ്നേക്ക് ഐലൻഡിൽ മാത്രമേ ഇവയെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ദ്വീപിനുള്ളിൽ ഏകദേശം 4000-ഓളം ഗോൾഡൻ ലാൻഡ് ഹെഡ് പിറ്റ് വൈബർ ഉണ്ട്. കൊടിയ വിഷമുള്ള ഇത്തരം പാമ്പുകൾ കാണാൻ വ്യത്യസ്ത തരത്തിലുള്ളതാണ്. ദേഹം മുഴുവൻ സ്വർണ്ണ നിറം, കുന്തമുന പോലെ നീണ്ടിരിക്കുന്ന തല. സാധാരണ വിഷപ്പാമ്പുകളെ അപേക്ഷിച്ച് 6 ഇരട്ടി വിഷമുണ്ട് ഇത്തരം പാമ്പുകൾക്ക്. ഇവയുടെ കടിയേറ്റ ഭാഗത്ത് മാംസം അലിഞ്ഞു പോകും എന്നാണ് കണക്ക്. ഇവയുടെ വിഷം മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും വൃക്കകളുടെയും തലച്ചോറിൻ്റെയും പ്രവർത്തനം തകരാറിലാവുകയും രോമകൂപങ്ങൾക്കിടയിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. അണലികൾ സാധാരണ അവയെ ഉപദ്രവിച്ചില്ലെങ്കിലും നമ്മെ ആക്രമിക്കും എന്നറിയാം. അപ്പോൾ ഈ സ്നേക്ക് ഐലൻഡിൽ കാലുകുത്തിയാൽ, ഇവയുടെ മുന്നിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കേണ്ടതില്ലല്ലോ. കൊടിയ വിഷമുള്ള പാമ്പുകൾ മാത്രമല്ല ദ്വീപിലുള്ളത്. വിഷമില്ലാത്ത പാമ്പുകളായ ജിപ്സ അൽഫിഫ്രോഗൻ വിഭാഗത്തിൽപ്പെട്ട ധാരാളം പാമ്പുകളുമുണ്ട്. പാമ്പുകളെ കൂടാതെ ധാരാളം ചെറിയ ജീവികളും പക്ഷികളും ഈ ദ്വീപിൽ ജീവിക്കുന്നു. കണക്കുകൾ പ്രകാരം 41 വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളാണ് ഈ ദ്വീപിൽ വസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ദ്വീപിൽ വന്നു ചേരുന്ന ദേശാടന പക്ഷികളുമാണ് ഈ പാമ്പുകളുടെ ആഹാരം. ദ്വീപിലുള്ള മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് സ്നേക്ക് ഐലൻഡിൽ മാത്രം കാണുന്ന കുന്തത്തലയൻ സ്വർണ്ണ അണലി ഇന്ന് വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ദ്വീപിനുള്ളിൽ ഏകദേശം 4000-ന് മുകളിൽ കുന്തത്തലയൻ അണലികൾ ഉണ്ടായിരുന്നു. എന്നാൽ കണക്കുകൾ പ്രകാരം ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇവ ഇന്ന് വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ്. ഈ പാമ്പുകൾ ഭക്ഷണത്തിനായി ആശ്രയിച്ചിരുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വന്നതായിരിക്കാം ഇതിന് കാരണം. കരിംചന്തയിൽ കുന്തത്തലയൻ അണലിക്ക് വലിയ ഡിമാൻഡാണ്. ഒരു പാമ്പിന് $3000 കൂടുതൽ വില ലഭിക്കും. പാമ്പ് പിടുത്തക്കാർ ദ്വീപിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും അവർ ഈ പാമ്പിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യാറുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഉഗ്രവിഷമുള്ള പാമ്പുകൾക്ക് പോലും നമ്മൾ മനുഷ്യർ മൂലം സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. പൊതുജനങ്ങൾക്കും സന്ദർശകർക്കും ഈ ദ്വീപിലേക്കുള്ള സന്ദർശനം
കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവേഷകർക്കും നാവികസേനയ്ക്കും ഈ ദ്വീപിനുള്ളിൽ കയറാം. ദ്വീപിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി വർഷത്തിൽ ഒരിക്കൽ ബ്രസീലിലെ നാവികസേന ഈ ദ്വീപിൽ പ്രവേശിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രസീലിലെ ചില ഗവേഷകർക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ പ്രത്യേക അനുവാദമുണ്ട്. പാമ്പുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്നതിനാവശ്യമായ പ്രതിരോധ കിറ്റുകളുമായാണ് ഇത്തരം ഗവേഷകർ ഐലൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ദ്വീപിനുള്ളിൽ വരുന്നതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ ഒപ്പമല്ലാതെ ആർക്കും ഈ ദ്വീപിനുള്ളിൽ പ്രവേശനമില്ല. ഗവേഷകർ പാമ്പുകടി ഏൽക്കാതിരിക്കാൻ പ്രത്യേക തരത്തിൽ നിർമ്മിച്ച സുരക്ഷാ കോട്ടുകൾ ധരിച്ചാണ് ഈ ദ്വീപിനുള്ളിൽ പ്രവേശിക്കുന്നത്. അവർ പാമ്പുകളെ പിടികൂടി അവയുടെ അളവും ഭാരവും ശേഖരിച്ച് പാമ്പുകളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിച്ച് അവയെ ദ്വീപിലേക്ക് തന്നെ വിടുന്നു. ഈ മൈക്രോ ചിപ്പുകൾ പാമ്പുകളെ പരസ്പരം തിരിച്ചറിയുന്നതിനും അവയുടെ പ്രജനനം അടക്കം നിരീക്ഷിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഈ ഐലൻഡ് സ്നേക്ക് ഐലൻഡ് മാത്രമായി മാറിയത് എങ്ങനെയായിരിക്കും? ബ്രസീലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിരുന്നു ഈ ദ്വീപ്. ഒരു കാലത്ത് ഇവിടെ ജനവാസമുണ്ടായിരുന്നു. എന്നാൽ പതിയെ മനുഷ്യ സാന്നിധ്യം കുറഞ്ഞു വന്നതോടെ ഈ ദ്വീപ് മുഴുവൻ പാമ്പുകളെ കൊണ്ട് നിറഞ്ഞു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് ദ്വീപിന് ചുറ്റിനുമുള്ള സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ദ്വീപ് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. അതോടൊപ്പം ദ്വീപിൽ ജീവിച്ചിരുന്ന മറ്റു മനുഷ്യരെല്ലാം ബ്രസീലിൻ്റെ മറ്റു സമീപ പ്രദേശങ്ങളിലേക്ക് ചേക്കേറി. അതോടെ ഈ പ്രദേശം പാമ്പുകളുടേത് മാത്രമായി. ബ്രസീലിനോട് ചേർന്ന് കിടന്ന ഈ പ്രദേശം ഒരു ദ്വീപായി മാറിയതോടെ ഇതിനകത്തെ പാമ്പുകൾക്ക് രക്ഷപ്പെടാനായി മറ്റൊരു മാർഗമില്ലാതെയായി. അവർ ദ്വീപിലെ സാഹചര്യങ്ങളോട് ഒത്തുചേർന്ന് പോകുവാൻ ആരംഭിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെയായപ്പോൾ ഇവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുവാനും തുടങ്ങി. അങ്ങനെ പതിയെ വലിയ എണ്ണത്തിലുള്ള പാമ്പുകളുടെ ഒരു വലിയ ദ്വീപായി ഈ ദ്വീപ് മാറുകയാണ് ഉണ്ടായത്. ഈ ദ്വീപിൽ വെച്ച് നടന്ന പല അപകടങ്ങളുടെയും കഥകളുണ്ട്. ഒരിക്കൽ പഴം പറിക്കുന്നതിനായി ഈ ഒരു ദ്വീപിലേക്ക് പോയ മത്സ്യത്തൊഴിലാളി പാമ്പുകടിയേറ്റ ഈ മത്സ്യത്തൊഴിലാളി പെട്ടെന്ന് തന്നെ അയാളുടെ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണത്തോട് വിട പറഞ്ഞു. ബോട്ടിനുള്ളിൽ മത്സ്യത്തൊഴിലാളിയുടെ ജഡവും തളം കെട്ടിക്കിടക്കുന്ന രക്തവുമായിരുന്നു കാണാൻ സാധിച്ചത്. മൃതശരീരം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കുന്തത്തലയൻ സ്വർണ്ണ അണലിയാണ് അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അടുത്തത് ഈ ഐലൻഡിലുള്ള ലൈറ്റ് ഹൗസിലുണ്ടായിരുന്ന വാച്ചർമാനും അവരുടെ കുടുംബത്തിനും സംഭവിച്ചത്. അവർക്കുണ്ടായത് വലിയ ദുരനുഭവങ്ങളായിരുന്നു. ലൈറ്റ് ഹൗസിൻ്റെ ജീവനക്കാരനായിരുന്ന അവരും അവരുടെ കുടുംബവും ഈ ദ്വീപിനുള്ളിലുള്ള ലൈറ്റ് ഹൗസിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഒരു ദിവസം അവർ താമസിച്ചിരുന്ന വീടിൻ്റെ ജനാലയിലൂടെ ആയിരക്കണക്കിന് പാമ്പുകളാണ് അവരുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തെയും കുടുംബത്തെയും ദാരുണമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഒരു സംഭവത്തോടു കൂടി ആ ദ്വീപിലെ ലൈറ്റ് ഹൗസിൻ്റെ വാച്ചറായി ആരും തന്നെ വന്നിട്ടില്ല. അതായത് ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ട് പോലും ആർക്കും അങ്ങോട്ട് പോകാനായിട്ട് ഭയപ്പാടാണെന്ന് ചുരുക്കം. ശരിക്കും പറഞ്ഞാൽ ജീവനിൽ കൊതിയുള്ള ആരും തന്നെ അങ്ങോട്ട് പോകില്ല. മറ്റു ചില ആളുകൾ വിശ്വസിക്കുന്നത് ഈ ദ്വീപിനുള്ളിൽ വലിയ നിധി ശേഖരമുണ്ട് എന്നാണ്. അങ്ങനെ വിശ്വസിച്ച് പോയിട്ടുള്ള പല ആളുകളും ആ ദ്വീപിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം തിരികെ വന്നിട്ടില്ല. എന്നാൽ നിയമം ലംഘിച്ച് ഇന്നും പല ആളുകളും ഈ ദ്വീപിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. പ്രധാനമായും പാമ്പ് പിടുത്തക്കാരായ പല ആളുകളും. അതായത് ഇത്ര കൊടിയ വിഷമുള്ള പാമ്പുകൾക്ക് പോലും സ്വൈര്യമായി ജീവിക്കാൻ മനുഷ്യൻ്റെ സാമീപ്യം ഇല്ലാത്തടത്ത് പോലും സാധിക്കില്ല. മരണം പതിയിരിക്കുന്ന വളരെ വിചിത്രവും ഭയാനകവുമായ ഈ സ്നേക്ക് ഐലൻഡിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.